നമസ്കാരം, കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ആക്വാപോണിക്സിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടറുകളെ കുറിച്ചാണ്. പലരും ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്വാപോണിക്സിന് സാധാരണ വലിയ രീതിയിൽ ചെയ്യുന്നവരും അതേപോലെ തന്നെ ചെറിയ രീതിയിൽ ആക്വാപോണിക്സ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള പലതരം മോട്ടറുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലുള്ള മോട്ടറുകളാണ് ഞാൻ എൻ്റെ അക്വാപോണിക്സിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ വളരെ ചെറിയത് മുതൽ വലിയ മോട്ടർ വരെ ഉണ്ട്. വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൺസണിൻ്റെ കമ്പനി മോട്ടറാണ് ഞാൻ വലിയ മോട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏകദേശം ഒരു 2000 ലിറ്റർ വരെ പെർ ഹവർ വെള്ളം നമുക്ക് മുകളിലോട്ട് വലിച്ച് എടുക്കുന്നതാണ്. പിന്നെ അതെന്ന് പറഞ്ഞാൽ ഒരു 2-2.5 മീറ്റർ ഹൈറ്റ് വരെ വെള്ളം മുകളിലേക്ക് തള്ളി തരുന്നതാണ്. അതേപോലെ തന്നെ ചെറിയ മോട്ടറും ഞാൻ അക്വാപോണിക്സിന് ഉപയോഗിക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ മോട്ടർ എടുക്കേണ്ടത്. പിന്നെ ചില മോട്ടറുകൾക്ക് നമുക്ക് ഓൺലൈനിൽ വാങ്ങുമ്പോൾ കേബിളിൻ്റെ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. അത് സാധാരണ മോട്ടറുകളാണെങ്കിൽ അതിന് ലെങ്ത്ത് കുറവായിരിക്കും. സൺസണിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല ലെങ്ത്തുള്ള കേബിൾ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടുന്നുണ്ട്. ഇത് സൺസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മോട്ടറാണ്. അത്യാവശ്യം ആക്വാപോണിക്സ് ചെയ്യുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കമ്പനിയാണ് സൺസൺ എന്ന് പറയുന്ന കമ്പനി. കുറച്ചും കൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത്. പിന്നെ ഈ മോട്ടർ എങ്ങനെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അടപ്പുണ്ടല്ലോ, ഇത് നമുക്ക് തുറക്കാൻ വേണ്ടി പറ്റും. ഇത് ഏകദേശം മണിക്കൂറിൽ 2000 ലിറ്റർ വെള്ളം പുറത്ത് തള്ളുന്ന മോട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ അടുപ്പ് മെല്ലെ ഊരിയെടുക്കുക. 2 സൈഡിൽ നിന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുപ്പ് എടുക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം അതിൻ്റെ ഇൻപെല്ലർ എടുത്ത് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അക്വാപോണിക്സിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെടികളുടെ ഇലകളൊക്കെ വെള്ളത്തിൽ വീണ് അതിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് മോട്ടറിൻ്റെ ഇൻപെല്ലറിൽ കിണിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. വെള്ളം മുകളിലേക്ക് തള്ളുന്ന ഇത് പ്രഷർ കുറവായിരിക്കും. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് മുകളിലേക്ക് കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ എല്ലാ കമ്പനിയും പറയുന്നത് ഡെയിലി മോട്ടർ നമ്മൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നുള്ളത്. അപ്പോൾ അതിലുള്ള അഴുക്കുകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നാരുകളൊക്കെ കണിഞ്ഞ് വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയുക. സ്മൂത്തായിട്ട് മോട്ടർ റൺ ചെയ്യണമെങ്കിൽ ഇതുപോലൊക്കെ പിടിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു 2-3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതേപോലെ ചെറിയൊരു ബക്കറ്റിലോ എന്തെങ്കിലും വെള്ളം എടുത്ത് നമ്മൾ ഇതേപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ മോട്ടർ ഞാൻ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1600-1700 ആ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. നല്ല വെയിറ്റുള്ള മോട്ടറാണ്. ഒരു 1/2 കിലോ വരെ ഇതിന് വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പവർ കൺസപ്ഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു 40 വാട്ട്സാണ് ഇതിൻ്റെ പവർ കൺസപ്ഷൻ വരുന്നത്. 40 വാട്ട്സിൽ 2000 ലിറ്റർ വെള്ളം പെർ ഹവറിൽ നമുക്കിത് പമ്പ് ചെയ്യുന്നുണ്ട്. അത് ഏകദേശം ഒരു 3 മീറ്റർ വരേക്കും നമുക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സൺസൺ എന്ന് പറയുന്ന കമ്പനിയുടെ മോട്ടറാണിത്. പിന്നെ അതേപോലെ തന്നെ ചെറിയ റേഞ്ചിലുള്ള മോട്ടർ നമുക്ക് ഇന്ന് ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഒരു 40 വാട്ട്സിൻ്റെ മോട്ടർ ഒരു 600 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് എത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു കമ്പനി മോട്ടർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ ഇമ്പല്ലർ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇമ്പല്ലർ വെച്ചതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ അടുപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുക. പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ ലോക്കായി കിടക്കും. അതിന് ശേഷം അതിൻ്റെ അടുപ്പ് മെയിൻ അടുപ്പ് അത് മൂടി ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്തിലൂടെയാണ് വെള്ളം ഔട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഹോസ് ഹോൾഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ ഊരി വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് റേറ്റ് കുറഞ്ഞൊരു മോട്ടറാണ്. ഏകദേശം ഇതിന് ഒരു 300 രൂപയുടെ അടുത്ത് വരെ റേറ്റ് ആയിട്ടുണ്ട്. ഇത് മണിക്കൂറിൽ 1100 ലിറ്റർ വെള്ളമാണ് ഒരു കമ്പനി പറയുന്നുള്ളത്. പിന്നെ ഇതിൻ്റെ വോൾട്ടേജ് 18 വോൾട്ട്സിനാണ് ഇത് വർക്ക് ചെയ്യുന്നുള്ളത്. ചെറിയ അക്വാപോണിക്സ് ഒക്കെ ആണെങ്കിൽ ഒരു 1000 ലിറ്ററൊക്കെ ആണെങ്കിൽ ഈ മോട്ടർ മതിയാവും. നമുക്ക് വലിയ മോട്ടറൊന്നും വാങ്ങി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് കറണ്ടിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ വാങ്ങിച്ച ഏകദേശം 1 വർഷത്തോളമായി. ഇതുവരെ ഇതിന് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള മോട്ടറുകളൊക്കെ ചൈനയിൽ നിന്നാണ് വരുന്നത്. ഇത് കൂടുതലും നമുക്ക് സർവീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഇല്ല. സൺസൻ്റെ ആണെങ്കിൽ ചെറിയ ചെറിയ പാർട്സൊക്കെ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. പിന്നെ സൺസൺ മോട്ടറിന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ലോക്കൽ മാർക്കറ്റിൽ തന്നെ വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഓൺലൈനിലും ലോക്കൽ മാർക്കറ്റിലുമായിട്ട് നല്ലൊരു എമൗണ്ട് ഡിഫറൻറ്റ് കാണുന്നുണ്ട്. കാരണം ഓൺലൈനിൽ റേറ്റ് അല്പം കൂടുതലായിട്ടാണ് കാണുന്നുള്ളത്. നമ്മളിപ്പോൾ ഞാൻ ഓൺലൈനിൽ റേറ്റ് നോക്കിയതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1000 രൂപയുടെ ഒക്കെ ഡിഫറൻറ്റ് നമുക്ക് ഓൺലൈനിലും അതേപോലെ തന്നെ നമ്മളുടെ ലോക്കൽ മാർക്കറ്റിലും കാണുന്നുണ്ട്. അപ്പോൾ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് നമ്മളുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ്. അപ്പോൾ എല്ലാ മോട്ടറും നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരേപോലെ ആയിരിക്കും. അതിൻ്റെ ഇമ്പല്ലറൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യുന്ന മെത്തേഡൊക്കെ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ മോട്ടർ നമ്മൾ സ്ഥിരമായിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ മാഗ്നറ്റിലൊക്കെ അഴുക്കുകൾ പറ്റി പിടിച്ച് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശരിക്കും വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് മോട്ടറിൻ്റെ റൊട്ടേഷൻ നല്ല സ്മൂത്തായിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ 2-3 ദിവസത്തിലൊരിക്കലെങ്കിലും നമ്മൾ മോട്ടർ എടുത്ത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇതിന് മീനിൻ്റെ സോളിഡ് വേസ്റ്റൊക്കെ ഇതിൽ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരു മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈപ്പിലുള്ള ഒരു സബ്മെർസിബിൾ പമ്പാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓസ് ഞാൻ ഉരി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ഓസ് ഹോൾഡർ കൂടി വരുന്നുണ്ട്. ഈ അടിഭാഗത്തിലൂടെയാണ് ഇതിൻ്റെ വെള്ളം മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് തന്നെ അക്വേറിയത്തിലാണെങ്കിൽ അടിഭാഗത്തുള്ള വേസ്റ്റൊക്കെ മൊത്തം വലിച്ച് മുകളിലോട്ട് തള്ളുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇമ്പല്ലർ എടുത്ത് മാറ്റണമെങ്കിൽ ഇതിൽ സ്ക്രൂ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ സ്ക്രൂ അഴിച്ച് മാറ്റി ഇതെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതേപോലെ തന്നെ ഇത് ചെറിയൊരു മോട്ടറാണ്. ഇതിൻ്റെ തന്നെ വലിയ മോട്ടർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മണിക്കൂറിൽ 1000 ലിറ്ററാണ്. 1.8 മീറ്ററാണ് മാക്സിമം ഹൈറ്റ് ഇത് പോവുള്ളൂ. അത് 20 വാട്ട്സിൻ്റെയാണ് ഈ മോട്ടർ വരുന്നുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ അക്വാപോണിക്സ് ഒക്കെ ആണെങ്കിൽ ഇതുപോലുള്ള മോട്ടർ വെച്ചാൽ മതിയാവും. അല്പം കൂടി ഒരു 3000-4000 ലിറ്ററൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള മോട്ടർ തന്നെ നമ്മൾ വെക്കേണ്ടി വരും.
പിന്നെ സൺസണിൻ്റെ ചില മോഡലുകളെ കുറിച്ച് ഞാൻ ഇവിടെ പറയാം. സൺസണിൻ്റെ മോഡലാകുമ്പോൾ ഏറ്റവും കൂടുതലുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പവറിൽ തന്നെ നല്ല വെള്ളം കിട്ടും. ഒന്ന് ഇതിൽ ഞാൻ ചാർട്ടിൽ കൊടുത്തിരിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ മോഡലിനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പവർ 11 വാട്ട്സ് പവറുള്ള മോട്ടറിന് ഏകദേശം 1800 ലിറ്റർ വെള്ളം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ 18 വാട്ട്സ് ആകുമ്പോൾ 2800 ലിറ്റർ വെള്ളം നമുക്ക് പെർ ഹവർ കിട്ടുന്നുണ്ട്. നമുക്ക് മറ്റേ മോട്ടറാണെങ്കിൽ 40 വാട്ട്സ് വരെയൊക്കെ പോകുന്നുണ്ട്. ഇത് നമുക്ക് കറണ്ട് ചാർജ് വളരെ കുറക്കാൻ പറ്റും ഇതുപോലുള്ള ഈ JTP സീരീസിലുള്ള മോട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ. എൻ്റെ ഉള്ള ഇത് സൺസണിൻ്റെ മോട്ടറാണ്, പക്ഷേ ഇതിൻ്റെ മോഡലും വേറെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് അത് കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ ഈ മോഡലാണെങ്കിൽ JTP സീരീസിലുള്ള മോഡലാണെങ്കിൽ നമുക്ക് ചെറിയ പവർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വെള്ളം എടുക്കാം, ഫിൽട്ടർ ചെയ്യാനും ഗ്രോ ബെഡിലേക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.